ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ അന്വേഷണങ്ങൾ വരുന്ന ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് തുറക്കും, പ്രത്യേകിച്ച് സ്കൂളുകൾ തുറക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. 17-ാം തീയതി മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിക്കുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കാം ഒരുപക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ആലോചന ഉണ്ടാവുക. ഇപ്പോഴത്തെ ആലോചന സംബന്ധിച്ച് ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 50% വിദ്യാർത്ഥികളോട് 10-12 ക്ലാസുകൾ തൽക്കാലം തുറക്കാനാണ് ആലോചന. പക്ഷേ ഈ കാര്യം കേന്ദ്രവുമായി ആലോചിച്ച് സംസാരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. സ്കൂൾ എപ്പോൾ തുറക്കും, എപ്പോഴാകും പരീക്ഷ എന്നതാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഇപ്പോഴത്തെ പ്രധാന ആകാംക്ഷ. 6 മാസമായി സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ്. പൊതുപരീക്ഷയുള്ള 10-12 ക്ലാസുകളിലെ അധ്യയനം തുടങ്ങാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമം. അതിന് മുന്നോടിയായാണ് 50% അധ്യാപകർ വീതം ഒന്നിടവിട്ട ദിവസങ്ങളിൽ 17 മുതൽ സ്കൂളിലെത്താനുള്ള നിർദ്ദേശം. അധ്യാപകരെത്തും പോലെ 50% വിദ്യാർത്ഥികളും വന്ന് ക്ലാസ് തുടങ്ങാമെന്ന നിർദ്ദേശമാണ് സജീവമായി പരിഗണിക്കുന്നത്. ഓരോ ദിവസവും എത്തേണ്ട കുട്ടികളുടെ എണ്ണത്തിലെ തീരുമാനം അതത് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കൂടി പരിഗണിച്ചാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കോവിഡ് സ്ഥിതിയും നോക്കും. ക്ലാസ് തുറക്കുമ്പോഴും പരീക്ഷ നടത്തിപ്പിൽ ഇനിയും കൂടുതൽ വ്യക്തത വരാനുണ്ട്. മാർച്ചിൽ പരീക്ഷ നടത്തണമെങ്കിൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഇതുവരെ എടുത്ത ഓൺലൈൻ ക്ലാസുകളുടെ റിവിഷൻ തീർക്കണം. അതിന് ഇത്രയും കുറച്ച് സമയം മാത്രം മതിയോ എന്നത് പ്രശ്നമാണ്. സിലബസ് കുറയ്ക്കണോ വേണ്ടയോ എന്നതിലും തീരുമാനമെടുക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മാർച്ചിൽ വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല, CBSE അടക്കമുള്ള പൊതുപരീക്ഷകളിൽ കേന്ദ്രം ഇതുവരെ തീരുമാനമെടുത്തിട്ടുമില്ല. ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചാകും പരീക്ഷയിലെ അന്തിമ തീരുമാനം. 10-12 ഒഴികെയുള്ള ക്ലാസുകളിൽ എല്ലാവരെയും ജയിപ്പിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷയോ സർക്കാർ ആലോചിക്കുന്നുണ്ട്. Download Moj.